അഷ്ടസഖികളിൽ ലളിതയോടൊപ്പം വിശാഖയും മുൻപന്തിയിലാണ്. അവളുടെ ഗുണവിശേഷങ്ങൾ ലളിതാദേവിയെ പോലെയാണ്. ശ്രീമതി രാധാറാണി ജനിച്ച അതേ തീയതിയിലും സമയത്തിലുമാണ് അവൾ ജനിച്ചത്. അങ്ങനെ അവർ ഇരട്ട സഹോദരിമാരെ പോലെയാണ്. അവളുടെ നിറം പ്രകാശം പോലെ തിളക്കമുള്ളത്. അവളുടെ വസ്ത്രങ്ങൾ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. രാധയ്ക്കും കൃഷ്ണനും ഇടയിൽ സന്ദേശങ്ങൾ എത്തിക്കുന്നതിൽ അവൾ വിദഗ്ധയായ ഗോപികയാണ്. അവളുടെ പിതാവിന്റെ പേര് പാവന, അമ്മ സുദക്ഷിണ, ഭർത്താവ് വാഹിക. അവൾ കാമേ ഗ്രാമത്തിൽ നിന്നുള്ളവളാണെന്ന് പറയപ്പെടുന്നു. പൂക്കൾ കൊണ്ട് എന്തും ഉണ്ടാക്കുന്നതിൽ അവൾ ഏറ്റവും സർഗാത്മകയാണ്. വേർപിരിയലിന്റെ മാനസികാവസ്ഥയിൽ വിഷാദത്തിലായിരിക്കുമ്പോൾ വിശാഖ രാധികയ്ക്ക് വേണ്ടി കൃഷ്ണന്റെ ചിത്രങ്ങൾ സമർത്ഥമായി വരയ്ക്കുന്നു. ശ്രീ രാധകുണ്ഡത്തിന്റെ വടക്ക് കിഴക്കായി അവളുടെ കാവ് സ്ഥിതി ചെയ്യുന്നു. അത് മേഘ അല്ലെങ്കിൽ മഴമേഘം പോലെയാണ്. അവളുടെ കുഞ്ചയിലെ എല്ലാ വസ്തുക്കൾക്കും ചുവപ്പ്, പച്ച, മഞ്ഞ, കറുപ്പ് നിറങ്ങളുണ്ട്. ഈ കാവിന്റെ പേര് വിശാഖനന്ദ എന്നാണ്. വിശാഖദേവി ചെയ്യുന്ന സേവനം വൃശ്ചികം അഥവാ ദിവ്യ ദമ്പതികളുടെ വസ്ത്രാലങ്കാരമാണ്. ശ്രീ രാധാകൃഷ്ണന്മാരുടെ ശരീരത്തിൽ വസ്ത്രധാരണത്തിന് സഹായകമായി അവർ സുഗന്ധമുള്ള കർപ്പൂരം പൂശുന്നു. ശ്രീമതി രാധാറാണിയുടെ അതേ പ്രായക്കാരിയാണ് അവൾ. അവളുടെ മാനസികാവസ്ഥയെ സ്വാധീന ഭർതൃക എന്ന് വിളിക്കുന്നു. അതായത് സ്വതന്ത്ര മനസ്സുള്ള സൗഹൃദപരവും പ്രസന്നവുമായ വഴികളിലൂടെ കാമുകനെ നിയന്ത്രിക്കുന്ന ഒരു നായികയെ പോലെ. അവളുടെ സ്വഭാവം അധിക, മധ്യ, മിതമായ രീതിയിൽ ഉയർന്നതാണ്. മൃദംഗം വായിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നു. അവളുടെ പ്രിയപ്പെട്ട ഈണം സാരംഗരാഗമാണ്. വിലാസമഞ്ജരിയാണ് അവളുടെ ദാസി. മാധവി, മാലതി, ചന്ദ്രരേഖ, കുഞ്ചരി, ഹരിണി, കാപാല, സുഭഭി, ശുഭന എന്നീ 8 കാമുകിമാരുടെ സംഘത്തിന് വിശാഖാദേവി നേതൃത്വം നൽകുന്നു. വിശാഖദേവിയുടെ അച്ഛൻ ഒരു പണ്ഡിതനാണ്. അതിനാൽ അച്ഛനെ പോലെ മകളെ പോലെ അവൾ വളരെ പണ്ഡിതയാണ്. അവൾ ബുദ്ധിമാനായ ഒരു ഉപദേഷ്ടാവും സ്നേഹബന്ധങ്ങളിൽ നയതന്ത്രജ്ഞയുമാണ്. വിവിധ പ്രണയബന്ധങ്ങളിൽ ഉപദേശം നൽകുന്നതിൽ വിശാഖദേവി വളരെ ബുദ്ധിമാനാണ്. അവളുടെ വിധി അനിവാര്യമായും ശരിയാണ്. അതിനാൽ അവൾ ഭഗവാന് വളരെ പ്രിയപ്പെട്ടവളാണ്. ശ്രീകൃഷ്ണൻ ആഗ്രഹിക്കുമ്പോൾ എവിടെയായിരുന്നാലും ശ്രീരാധയെ കൊണ്ടുവരുന്നതിൽ അവൾ ജ്ഞാനിയാണ്. അവളുടെ സന്തോഷകരമായ ഐക്യത്തിനായി അവൾ പ്രവർത്തിക്കുന്നു. അത് അവളുടെ പ്രതിഫലമാണ്. ദിവ്യ ദമ്പതികൾക്ക് വ്യത്യസ്ത രീതികളിൽ കണ്ടുമുട്ടാൻ അവൾ ക്രമീകരണം ചെയ്യുന്നു. അങ്ങനെ അവൾക്ക് വ്യത്യസ്ത മൃദുലതകൾ ആസ്വദിക്കാൻ കഴിയും. വിശാഖം അവരുടെ ശരീരത്തിൽ പൂക്കളുടെയും ഇലകളുടെയും ഡിസൈനുകൾ